നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്തകൾ ചെയ്യുന്ന ദിവസമാണ്. സാഹിത്യ ചിന്തയിൽ ഇന്ന് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഭഗവത് ഭജഗോവിന്ദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 11 ശ്ലോകങ്ങളും എനിക്കറിയാവുന്ന വിധം നിങ്ങൾക്കായിട്ട് വ്യാഖ്യാനിച്ചു. ആരെങ്കിലും ഒക്കെ എന്തൊക്കെയോ ഇത് കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും, അല്പം എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് തന്നെ എനിക്ക് യൂട്യൂബ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 12ാമത്തെ ശ്ലോകമാണ്. 12 ഉപദേശങ്ങളാണ് ശ്രീമദ് ശങ്കരാചാര്യ ഭഗവത്പാദർ ഒരു വൈയാകരണന് വേണ്ടി എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ഭജഗോവിന്ദം, അല്ലെങ്കിൽ ദ്വാദശ പഞ്ചസോസ്ത്രം എന്ന് പറയുന്ന ഈ ശ്ലോകങ്ങൾ. ഈ 12 ഉപദേശങ്ങളും വേണ്ട വിധത്തിൽ ശ്രവിച്ച് മനസ്സിലാക്കി അവ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു സജ്ജനം തന്നെയായി മാറും എന്നാണ് വിവക്ഷിക്കുന്നത്. ആചാര്യസ്വാമികൾ ഒരു വൈയാകരണന് വേണ്ടി ഈ ഉപദേശം പറഞ്ഞു എന്നുണ്ടെങ്കിലും മാനവലോകത്തിന് മുഴുവനും സ്വീകരിക്കാവുന്നവയാണ് ഈ ഭജഗോവിന്ദത്തിലെ ഉപദേശങ്ങളെല്ലാം. എന്താ പറയുന്നത്? അർത്ഥം കൊണ്ട്, ധനം കൊണ്ട് അഹങ്കരിക്കരുത്, ആരോഗ്യമുണ്ടെന്ന് കരുതി യൗവനകാലത്ത് അഹങ്കരിക്കരുത്, അതുപോലെ അറിവ് നേടി എന്ന് കരുതിയിട്ട് ഞാൻ വിദ്യാസമ്പന്നനാണേ, എനിക്ക് എന്തൊക്കെ ബിരുദങ്ങളല്ലേ, എന്തൊക്കെ അറിവുകളാണ് എനിക്കുള്ള, എന്നോട് അറിവുള്ള ഒരു ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ എന്നൊക്കെയുള്ള തോന്നലുള്ളവർ പലരും ഉണ്ടാകാം. അങ്ങനെയൊന്നും പാടില്ല എന്നാണ് ആചാര്യസ്വാമികൾ നമ്മെ ഉപദേശിക്കുന്നത്. 11 ശ്ലോകങ്ങളിലായിട്ട് ഉപദേശിച്ചു. ഭജഗോവിന്ദം 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 മൂഢമതേ. നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കൂ. നിങ്ങൾക്കെല്ലാം നേടിത്തരുന്നത് ഗോവിന്ദനല്ലേ, ഗോവിന്ദനെ ഭജിക്കുക. അതാണ് ആദ്യമായിട്ടും പ്രധാനമായിട്ടും വേണ്ടത് എന്നാണ് ഉപദേശിക്കുന്നത്. 12ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, ദീനയാമിനൗ സായം പ്രാത ദിനയാമിനൗ സായം പ്രാത. ദിനം എന്ന് പറഞ്ഞാൽ പകല്, സൂര്യപ്രകാശമുള്ള സമയമാണ്. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയമാണ് പകല്, ഒരു ദിവസത്തിൻ്റെ പകൽ ഭാഗം. അപ്പം ദിനം, അത് കഴിഞ്ഞാലോ സൂര്യാസ്തമനത്തിന് ശേഷമുള്ള സമയത്തെ പറയുന്നത് രാത്രി എന്നാണ്. അതാണ് യാമിനി. ദിനം യാമിനി എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഇങ്ങനെ മാറി 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 വരികയാണ്. ദിനയാമിന്നോ സമയം സായം പ്രാത ശിശിരവസന്തോ പുനരായാത. ശിശിരം, വസന്തം എന്നുള്ള ഋതുക്കൾ, വസന്തകാലുണ്ട്, വേനൽക്കാലുണ്ട്, മഞ്ഞുകാലുണ്ട്, മഴക്കാലുണ്ട്. 6 ഋതുക്കളാണുള്ളത്. ഒരു വർഷത്തിൽ 6 ഋതുക്കൾ ഇങ്ങനെ മാറി 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 വരികയാണ്. 6 ഋതുക്കൾ ഒരു പ്രാവശ്യം വന്നു പോയാൽ ഒരു വർഷമായി. അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുകയായി 1ാമത്തെ ഋതു. വസന്തം വരുന്നു, ശിശിരം വരുന്നു, വീണ്ടും വീണ്ടും മാറി മാറി വരുന്നു. പിന്നീട് മറ്റ് ഋതുക്കൾ ഇങ്ങനെ മാറി മാറി. അതാണ് പറയുന്നത് ശിശിരവസന്തോ പുനരായാത. ശിശിരവും വസന്തവും എന്ന് വെച്ചാൽ 6 ഋതുക്കളും മാറി മാറി മാറിയായിട്ട് വരുന്നു ഒരു വർഷം കൊണ്ട്. കാലക്രീഡദിഗച്ഛത്യായു. കാലം അതായത് സമയം ഇങ്ങനെ കളിക്കുകയാണ്, മാറി മാറി ഋതുക്കളെ ഇറക്കി വിട്ട് കാലം കളിക്കുന്നു. അതേ സമയം എന്താണ്? ഗച്ഛത്യായു. ആയു എന്ന് പറഞ്ഞാൽ ആയുസ്. ഗച്ഛത്യായു, നമ്മുടെ ആയുസ്സും കടന്നു പോവുകയാണ്.
ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഒരു ആയുസ് മാറിപ്പോയി. അടുത്ത ദിവസം വന്നു, പ്രഭാതമായി, നമ്മൾ ദിനചര്യകളൊക്കെ ചെയ്തു, ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സന്ധ്യയായി, സൂര്യാസ്തമനം കഴിഞ്ഞു, യാമിനി വന്നു, കിടന്നുറങ്ങി. അന്നത്തെ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം പ്രഭാതം വന്നു. ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ ആയുസ്സും കടന്നു പോകുന്നു. ഋതുക്കൾ മാറി മാറി വന്ന് കാലം കടന്നു പോകുന്നു. അതോടുകൂടി ആയുസ്സും പോകുന്നു. ഇങ്ങനെ കാലം ക്രീഡതി, കാലം ഇങ്ങനെ സമയം ഇങ്ങനെ, കാലം ഇങ്ങനെ ക്രീഡതി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഗച്ഛത്യായു, ആയുസ് കടന്നു പോകുന്നു. തദപിന മുഞ്ചത്യാശാപാശ, ആശയും പാശവും നമ്മുടെ മോഹങ്ങൾ, നമുക്ക് ഇനിയും നേടണം എന്നുള്ള മോഹങ്ങൾ. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടില്ലേ, 10 കെട്ടുകിൽ 100 മതിയെന്നും, 100 കെട്ടുകിൽ ആയുധം മതിയെന്നും, സഹസ്രം മതിയെന്നും ഒക്കെ. അതായത് 10 കിട്ടുമ്പോൾ വിചാരിക്കും, ഇതൊന്നും 100ആയെങ്കിൽ, 100 കിട്ടുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ 1000 അയച്ചപ്പോൾ എന്താ. അങ്ങനെ മോഹങ്ങളാകുന്ന ആശയും പാശവും. ആശയും പാശവും എന്ന് പറഞ്ഞാൽ, പാശം ഒരു കയറാണ്. ആശയാകുന്ന പാശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇനിയും നേടണം, എനിക്ക് കൂടുതൽ സ്വത്ത് വേണം, എൻ്റെ സൗന്ദര്യത്തിനൊരു കുറവും വരരുത്, എൻ്റെ സൗന്ദര്യം ഇങ്ങനെ കൂടി വരട്ടെ, എനിക്ക് എൻ്റെ പണം സമ്പത്ത് ഇങ്ങനെ കൂടി വരട്ടെ, എൻ്റെ പേരും പ്രശസ്തിയും യശസ്സുമൊക്കെ വർദ്ധിച്ചു വരട്ടെ, എല്ലാവരും എന്നെ അങ്ങോട്ട് പുകഴ്ത്തട്ടെ എന്നുള്ള നമ്മുടെ ആശാപാശം, ആശയാകുന്ന പാശം, മോഹമാകുന്ന ആ കയറ് നമ്മളെ വിട്ടുപോണില്ല. എത്ര കാലം കളിച്ചാലും, എത്ര ആയുസ് പോയാലും, കടന്നു പോയാലും, എത്രമാത്രം നമ്മൾ വളരും തോറും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കണമെന്നും മോഹങ്ങൾ കൂടി വരുന്നതല്ലാതെ മോഹങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ലല്ലോ. ഈ വക ചിന്തകളുള്ളപ്പോൾ എവിടെ നമ്മൾ ഭജഗോവിന്ദം, എവിടെയാണ് നമുക്ക് ഈശ്വരനെ ഭജിക്കാനുള്ള സമയം? ആചാര്യസ്വാമികൾ പറയുകയാണ്, നമ്മുടെ മോഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നു. സമ്പാദ്യം കൂടുന്തോറും മോഹങ്ങൾ വർദ്ധിക്കുന്നു. മോഹങ്ങൾ വർദ്ധിക്കുന്തോറും, മോഹങ്ങൾ കൂടുന്തോറും നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നു. അതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നു. കാലം ഇങ്ങനെ കടന്നു പോകുന്നു. ഋതുക്കൾ മാറി വരുന്നു. അതോടൊപ്പം നമ്മുടെ ആയുസ്സും കടന്നു പോവുകയാണ്. ഇതിനിടയിൽ നമ്മൾക്ക് ഈശ്വര ഭജനത്തിന്, ദൈവത്തെ ചിന്തിക്കുന്നതിന്, ഈ സൗഭാഗ്യങ്ങളെല്ലാം, ഇത്രയും സൗഭാഗ്യം എനിക്കുണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് ലഭിച്ചത് ഭഗവാന്റെ മഹത്തായ ആ അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത നാം മറന്നു പോകുന്നു. ഈശ്വരഭജനത്തിന് സമയം കണ്ടെത്താൻ നമുക്കാകുന്നില്ല. അതാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ദിനയാമിന്യൗ സായം പ്രഭാതവും പ്രദോഷവും മാറി വരുന്നു. രാത്രിയും പകലും മാറി വരുന്നു. ദിനയാമിന്യൗ, പകലും രാത്രിയും, സായം സന്ധ്യ, പ്രഭാതവും പ്രദോഷവും മാറി വരുന്നു. ശിശിരവസന്തോ പുനരായാത, ഋതുക്കളും ശിശിരവും വസന്തവും ഒക്കെ ഇങ്ങനെ മാറി വരുന്നു. അവയും പോകുന്നു. കാലം ക്രീഡതി ഗച്ഛാത്യായു, കാലം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗച്ഛാതെ, ആയുസ് ഇങ്ങനെ നമ്മളിൽ നിന്നും അകന്നകന്ന്, ആയുസ് ഇങ്ങനെ കഴിഞ്ഞ് മാറി പോവുകയാണ്. അതും കഴിയുന്നു. സതപിന മുഞ്ചത്യാശപാശ,
നമ്മുടെ ആശാപാശം മാത്രം നമ്മെ വിട്ടുപിരിയുന്നില്ല. പകലുകൾ പോകുന്നു, രാത്രികൾ വരുന്നു, രാത്രികൾ പോകുന്നു, പകലുകൾ വരുന്നു. സായന്തന സന്ധ്യ വരുന്നു, പ്രദോഷ സന്ധ്യ വരുന്നു, വീണ്ടും വരുന്നു സായം സന്ധ്യ, വീണ്ടും വരുന്നു പ്രഭാത സന്ധ്യ, പ്രദോഷ സന്ധ്യ, മാറി മാറി വരുന്നു. ശിശിരവും വസന്തവും മാറി മാറി വരുന്നു. കാലം കളിക്കുന്നു, ആയുസ്സും മാറിപ്പോകുന്നു. പക്ഷേ ആശാപാശം മാത്രം പോകുന്നില്ല. ആചാര്യസ്വാമികൾ ഈ 12 ഉപദേശങ്ങൾ ഒരു വൈയാകരണനു വേണ്ടി എഴുതിയതാണ്. അദ്ദേഹം കനകധാര എഴുതിയത് എന്താ? ഈ സ്വർണ്ണത്ത് മനയ്ക്കലെ, ഇപ്പം സ്വർണ്ണത്ത് മന എന്നറിയുന്നു, ഈ പഴന്തോട്ടം, എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനയാണ് സ്വർണ്ണത്ത് മന. ഇപ്പോഴാണ് ആചാര്യസ്വാമികളുടെ ആ സ്വർണ്ണ നെല്ലിക്ക വർഷിച്ചതിന് ശേഷമാണ് ആ മനയ്ക്ക് സ്വർണ്ണത്ത് മന എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. ആ സ്വർണ്ണത്ത് മനയ്ക്കൽ മുറ്റത്ത് നിന്നുകൊണ്ട് മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ ആ ശ്ലോകങ്ങളാണ് കനകധാരാ സ്തോത്രം. ആചാര്യസ്വാമികൾക്ക് പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാനില്ല. എപ്പോൾ വിളിച്ചാലും അമ്മ വിളി പുറത്താണ്. ഇവിടെയും ഈ വൈയാകരണനു വേണ്ടി 12 ഉപദേശങ്ങൾ. അവിടെ ഒരു അന്തർജനത്തിൻ്റെ ആ ദാരിദ്ര്യ ദുഃഖം മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് സമ്പത്ത് കൊടുക്കണേ, ഈ അമ്മയെ സന്തോഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കനകധാരാ സ്തോത്രം. ഇതെല്ലാം ശങ്കരാചാര്യസ്വാമികളുടെ മനസ്സിൽ നിന്ന് മുൻകൂട്ടിയൊന്നും ഒരു തീരുമാനമല്ല, അപ്പങ്ങട് തോന്നി, അപ്പോഴങ്ങ് സ്തുതിച്ചു, ഉടനെ തന്നെ അതിനുള്ള ഫലവും ലഭിച്ചു എന്നാണ് ഐതിഹ്യ കഥകൾ. അടുത്ത ശ്ലോകത്തോടുകൂടി ഈ 13ാമത്തെ ശ്ലോകം, ഈ ശ്ലോകം ഇത് ഭജഗോവിന്ദം അങ്ങ് അവസാനിക്കുകയാണ്. ഞാൻ മറ്റൊരു നല്ല ചെറിയ ഇതുപോലുള്ള നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്നാൽ എന്താണെന്നർത്ഥം മനസ്സിലായിട്ടുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. എന്തായാലും എനിക്കെത്ര മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പുനഃപരിശോധിക്കാനായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ചയ്ക്ക് ശേഷം മറ്റൊരു സത്കൃതിയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരാം സാഹിത്യചിന്തയിലൂടെ. ഇന്ന് ഭജഗോവിന്ദത്തിലെ, അതായത് ആചാര്യ സ്വാമികൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായ ദ്വാദശമഞ്ജരികാ സ്തോത്രം എന്നും ഇതിനെ പറയും. ഈ ദ്വാദശമഞ്ജരികാ സ്തോത്രം ഭജഗോവിന്ദം എന്നും പറയും. ഈ ശ്ലോകത്തിലെ 12 ശ്ലോകങ്ങൾ, 12ാമത്തെ ശ്ലോകം ഞാൻ സമർപ്പിക്കുകയാണ്. ആചാര്യപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ആ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളോടൊപ്പം. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഭജഗോവിന്ദത്തിലെ ഓരോ ശ്ലോകങ്ങളും വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതും നിങ്ങൾ മറ്റുള്ളവരോട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടോ, കുട്ടികളോടോ, സുഹൃത്തുക്കളോടോ, മറ്റ് നിങ്ങൾക്ക് എവിടെയാണോ ഒരു സത്സംഗം സാധിക്കുന്നത് അവിടെയോ ഇത് പറയൂ. ഇത് തന്നെയാണ് മോട്ടിവേഷൻ ക്ലാസ്. ഈ ഒന്ന് പരിചയിക്കൂ ഭജഗോവിന്ദം. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.